ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ODI മത്സരം കഴിയുമ്പോൾ 17 റൺസിന് ടീം ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. ഏതായാലും കിങ് കോഹ്ലിയുടെ സെഞ്ചുറി തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തൊരു പ്രകടനമാണ് വിരാട് കോഹ്ലി നടത്തിയിരിക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി 120 പന്തുകളിൽ 11 ഫോറുകളും 7 സിക്സറുകളും സഹിതം 135 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ടാണ് കിങ് കോഹ്ലി മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് ബിക്കോസ് വൈ പീപ്പിൾ കോൾ ഹിം കിങ്. യെസ്, തീർച്ചയായിട്ടും രോഹിത് ശർമ്മയും അതേപോലെ KL രാഹുലും ഒക്കെ 50 അടക്കം പൊളിച്ചെടുക്കുന്ന പ്രകടനം നടത്തുകയും ചെയ്തു. സീനിയേഴ്സ് ഒക്കെ മികച്ച പ്രകടനം നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ജഡേജയുടെ ബാറ്റിൽ നിന്നും വിലപ്പെട്ട 32 റൺസിന്റെ പ്രകടനം വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാതെ പോകരുത്. അങ്ങനെ ഒടുവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറാണ് ടീം ഇന്ത്യ ഉയർത്തിയതെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഒട്ടും മികച്ച തുടക്കമായിരുന്നില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ തീ തുപ്പുന്ന ഹർഷിത് റാണയെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു മത്സരം അനായാസമായി ടീം ഇന്ത്യ വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന നമ്മൾക്ക് എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ മുൻനിര തകർന്നിട്ടും പിന്നീട് താരങ്ങളൊക്കെ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ അക്ഷരാർത്ഥത്തിൽ പോരാടുകയായിരുന്നു. കോർബിൻ ബോഷ്, അതേപോലെ മാർക്കോ യാൻസൺ, ഇവരുടെയൊക്കെ പ്രകടനത്തെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും മാർക്കോ യാൻസനൊക്കെ T20 മോഡിലാണ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു പോരാട്ട വീര്യത്തിനൊക്കെ കൈയടിച്ചേ പറ്റൂ. പക്ഷേ ടീം ഇന്ത്യക്ക് ഈ ഒരു കളി വിജയിക്കണമായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ചേസിംഗിൽ മാത്യു ബ്രിഡ്സ്കെ 80 പന്തുകളിൽ 72 റൺസ് എടുത്ത് ടോപ്പ് സ്കോറായി മാറിയപ്പോൾ മാർക്കോ യാൻസൺ 70 റൺസ്, അതും വെറും 39 പന്തുകളിൽ. അവസാനം കോർബിൻ ബോഷ് നടത്തിയിട്ടുള്ള പോരാട്ട വീര്യത്തിനും കൈയടിച്ചേ പറ്റൂ. 67 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സാണ് കോർബിൻ ബോഷ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യൻ ബോളർമാർ കൃത്യസമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ഒടുവിൽ നമ്മൾ കാണുന്നത്. 4 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് കുൽദീപ് യാദവും 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ഹർഷിത് റാണ, 2 വിക്കറ്റുകൾ വീഴ്ത്തിയ അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നതും. അനായാസമായി ടീം ഇന്ത്യ വിജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളൊക്കെ കാത്തിരുന്ന മത്സരത്തിൽ ഒടുവിൽ വമ്പനൊരു പോരാട്ട വീര്യം നടത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർക്ക് പ്രശംസ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ODI മത്സരം എന്നുള്ളത് ഈ ഒരു കളിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതും. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കളി കൂടിയായിരുന്നു ഇത്. ഒപ്പം കിങ് വിരാട് കോഹ്ലിയുടെ തകർപ്പൻ സെഞ്ചുറിയും. അനദർ ഡേ, അനദർ ODI ഗെയിം, അനദർ വിരാട് കോഹ്ലി സെഞ്ചുറി, അനദർ ടീം ഇന്ത്യ വിൻ. യെസ്, അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.